ചെല്ലി ഇല്ല കസേര പോയി ഇതോ അല്ല കസേര പോയി ആ ചെല്ലി ചെല്ല ഇല്ല കസേര ചെല്ലി ഇല്ല കസേര ചെല്ലി നിങ്ങൾ എന്തൊരു ചെല്ലി പാടാം ബഹുമാനപ്പെട്ട സദസ്സിന് നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രാമായണത്തിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രത്തെ കുറിച്ചാണ്. ശക്തിയുടെ പ്രതീകം, വിനയത്തിന്റെ ആൾരൂപം, ഭക്തിയുടെ പൂർണ്ണത. അതെ, ഹനുമാൻ. ഹനുമാന്റെ ഭക്തിയിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യമില്ല. സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു ഹനുമാൻ. രാമനെ കണ്ട നിമിഷം മുതൽ ജീവിതം മാറ്റിവെച്ച് ലങ്കയിലേക്ക് എടുത്തു ചാടിയതും സഞ്ജീവനി കൊണ്ടുവന്നതും യുദ്ധം ചെയ്തതും എല്ലാം രാമന് വേണ്ടി. പ്രതിഫലം ചോദിച്ചില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ദൈവത്തെ പോലും കച്ചവടം ചെയ്യുന്നു. ഇത് നടത്തി തന്നാൽ ഞാനത് ചെയ്യാം. ഹനുമാൻ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ഭക്തി, പക്ഷേ പകരം ഒന്നും പ്രതീക്ഷിക്കാത്തുള്ള സമർപ്പണമെന്നാണ്. ഹനുമാനോളം ശക്തനായ മറ്റൊരു കഥാപാത്രമില്ല രാമായണത്തിൽ. കടൽ ചാടി ലങ്ക ചുട്ടരിച്ചതും മലയെടുത്തു പറന്നു, പക്ഷേ രാമന്റെ മുമ്പിൽ കൈകൂപ്പി ഞാൻ കോസല രാജാവിന്റെ ദാസനാണ് എന്ന് പറഞ്ഞ്. ഇന്ന് കുറച്ച് അവകാശം കിട്ടിയാൽ നമ്മൾ ആരെയും വകവെക്കില്ല. ഡിഗ്രി കിട്ടിയാൽ മാതാപിതാക്കളെ മറക്കും. ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ എത്ര ഉയർന്നു പറഞ്ഞാലും കാലുകൾ നിലത്തു തന്നെ വേണം. കഴിവ് അഹങ്കാരമാക്കരുത്, അത് സേവനത്തിനുള്ള ഉപകാരമാക്കണം. അശോകവനിയിൽ വെച്ച് ആദ്യം സീതയെ കണ്ടപ്പോൾ രാക്ഷസ വേഷത്തിൽ വന്നില്ല. പകരം പതിയെ രാമകഥകൾ പറഞ്ഞ് വിശ്വാസം നേടി. ലങ്ക ദഹിപ്പിച്ചത് കോപം കൊണ്ട് മാത്രമല്ല, രാവണന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനാണ്. സഞ്ജീവനി കൊണ്ടുവരാൻ പോയ ഹനുമാന് മരുന്ന് തിരിച്ചറിഞ്ഞില്ല. എന്ത് ചെയ്യും സംശയിച്ചില്ല. സമയം കളഞ്ഞില്ല. മലയോളം പൊക്കിയെടുത്തു പറന്നു. രാമന്റെ കാര്യം നടക്കണം എന്നൊരേ ഒരു ചിന്ത. രാമൻ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ ഹനുമാനോട് ചോദിച്ചു, നീ വരുന്നില്ലേ? ഹനുമാൻ പറഞ്ഞു, രാമനാമം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ട്. കടം, രോഗം, തോൽവി എന്നിവ. അപ്പോൾ സംശയിച്ചു നിൽക്കാതെ എന്റെ കൂടെ ഈശ്വരനുണ്ട് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ വഴി തെളിയും. പ്രിയപ്പെട്ടവരെ, ഹനുമാന്റെ ഭക്തി എന്നാൽ ഒരു വികാരമല്ല, അതൊരു ജീവിത രീതിയാണ്. കർമ്മം ചെയ്യുക, ഫലം പ്രതീക്ഷിക്കരുത്. ശക്തിയുണ്ടെങ്കിൽ വിനയത്തോടെ ഉപയോഗിക്കുക, വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ഹനുമാൻ ഉറങ്ങിക്കിടപ്പുണ്ട്. ജയ് ശ്രീരാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചെഴുന്നേറ്റ നമ്മുടെ ജീവിതത്തിൽ ലങ്ക ദഹിപ്പിക്കാം, സഞ്ജീവനിയും കൊണ്ടുവരാം. ജയ് ശ്രീരാം, ജയ് ഹനുമാൻ. നന്ദി.